ഇങ്ങനെ പോകണമല്ലോ വണ്ടിയും കൊണ്ട്. പലപ്പോഴും മറവി നമുക്കൊരനുഗ്രഹമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ കാര്യം, പല നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെ, അവരെ വേർപിരിയുന്നത് അവരുടെ മരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാവിൻ്റെ, പിതാവിൻ്റെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലരുടെയും മരണങ്ങൾ നമുക്ക് മറക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ? 3-4 ദിവസം കൊണ്ട് തന്നെ പലരുടെയും നമ്മൾ മറന്നു പോകാറുണ്ട്. പലരെയും ചെറിയ ചെറിയ ഓർമ്മകൾ ഇങ്ങനെ മങ്ങി വരാറുണ്ട് പല കാര്യങ്ങളും. അത് മറവി വലിയൊരു അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ചില ആളുകൾ കാണുന്നില്ലേ, പലതും മറക്കാൻ പറ്റാതെ, ഉറക്കം പോലും വരാതെ തിരിഞ്ഞും മറിഞ്ഞും കടന്ന് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് പ്രയാസപ്പെടുന്ന, വളരെ ബുദ്ധിമുട്ടുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, മറക്കാൻ പറ്റാതെ. പക്ഷേ യഥാർത്ഥത്തിൽ മറവി ഒരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട്, പല പേടിപ്പെടുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്, നല്ല നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒന്ന് ബാക്കി പോലും കണ്ടിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ പല സ്വപ്നങ്ങൾ രാവിലേക്ക് നമ്മൾ മറന്നു പോകും. അല്ലെങ്കിൽ പതിയെ 1-2-3 ദിവസം കൊണ്ട് നമ്മൾ ആ സ്വപ്നങ്ങൾ മറന്നു പോകും. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ തലച്ചോറിൽ ഒരുപാട് സ്ഥലം ആവശ്യമായി വന്നേനെ. പക്ഷേ ആ മറവി അനുഗ്രഹമാണ്. അങ്ങനെ പല കാര്യങ്ങളും മറക്കുക എന്ന അതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ചെറുപ്പകാലഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട്, കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. പക്ഷെ അതൊക്കെ എപ്പോഴും മനസ്സിൽ അങ്ങനെ തന്നെ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇടക്കിടക്ക് അങ്ങനെ ഓർമ്മ വന്നാൽ. പക്ഷെ അതൊക്കെ നമ്മൾ പലതും മറന്നുപോയി. അതേപോലെ പല പ്രയാസവും ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും ചില ആളുകൾ കാണുന്നില്ല. ഒരുപാട് സമ്പത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർക്ക് പോലും ഓർമ്മയുണ്ടായില്ല പണ്ടത്തെ ആ ജീവിച്ച ചുറ്റുപാടുകളും അവസ്ഥകളും. പലരും പറയും, പണ്ടിങ്ങനെ ജീവിച്ച മനുഷ്യരായിരുന്നു. പക്ഷേ ചില ആളുകൾ മറന്നതാകാം, ചില ആളുകൾ സമ്പത്തൊക്കെ ഒരുപാട് കിട്ടും മറന്നതാകാം, ചില ആളുകൾ മറക്കാതെ മറവി നടിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ വന്ന വഴി മറക്കരുതെന്നൊക്കെ നമ്മൾ പറയാറില്ല. അങ്ങനെ അതുപോലെ നമ്മളെ ഒരുപാട് ഒരാളുകൾ കുത്തുവാക്കുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങനെയുള്ള പല സിറ്റുവേഷനുകൾ കടന്നു, അതും നമ്മൾ മറന്നു പോകാറുണ്ട് പലപ്പോഴും. നമുക്ക് മറക്കാൻ സാധിക്കണം അങ്ങനെയുള്ളതൊക്കെ. അതെങ്ങനെ മറക്കാൻ വേണ്ടി ചില ആളുകൾക്ക് മറക്കാതെ മറവി സംഭവിക്കാത്ത ആളുകളുണ്ട്. ഇങ്ങനെ വീണ്ടും ഓർമ്മിച്ച് ടെൻഷനടിച്ച് ഡിപ്രഷനടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ. അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയത് ഓട്ടോമാറ്റിക്കലി പിറകോട്ടാവും. പുതിയ കാര്യങ്ങൾ വീണ്ടും വായിക്കുക, വീണ്ടും നല്ല നല്ല വീഡിയോസുകൾ കാണുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല വീഡിയോസുകൾ കാണുക. അങ്ങനെ ലൈഫ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ ചങ്ങായിമാർ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ പഠനങ്ങൾ വീണ്ടും വായിച്ച് വീണ്ടും നല്ലത് കേട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ പഴയത് ഓട്ടോമാറ്റിക്കലി മറക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും മറക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്, ആ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.